നമസ്കാരം. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ എന്ന യാത്രാ പരമ്പരയുടെ ഭാഗമായി ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച നെല്ലിയാമ്പതിയിലെ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിലായിരുന്നു. അതിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇത് വേറൊരു തരം ഫ്രൂട്ടാണ്. ലോങ്ങൻ എന്നാണ് ഇതിൻ്റെ പേര്. ലച്ചി പോലെ ഇരിക്കും, അത് തൊലിച്ച് കഴിക്കാവുന്നതാണ്. ഇതിന് 1 കിലോയ്ക്ക് 500 രൂപയൊക്കെയാണ് ഇതിൻ്റെ വില. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വ്യൂ പോയിൻ്റ് പറഞ്ഞ പോലെയാണ് സെക്കൻഡ് സിറ്റിംഗ് പോയിൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആൾക്കാർക്ക് ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് ഇതൊക്കെ പറിച്ചൊന്ന് കഴിച്ചു. ഇതെല്ലാം ശരിക്കും ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ താഴെ ഇത്തിരി കുറഞ്ഞിരിക്കുന്നത് വെച്ചാൽ വരുന്നവരൊക്കെ പറിച്ച് കഴിക്കുന്നതായിരിക്കും. ഇതിൻ്റെ ഹാർവസ്റ്റ് ടൈം ആയിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. മാത്രമല്ല ഇവിടെ വന്നു കഴിഞ്ഞാലേ നമുക്ക് കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നിട്ട് ഇതെല്ലാം പറിച്ച് കഴിക്കുന്ന ഊഞ്ഞാലാടാം. ഇങ്ങനെയുള്ളൊരു സെക്കൻഡ് സിറ്റിംഗ് പോയിൻ്റ് എന്ന് തന്നെ പറയാം. നമ്മൾ കയറി വന്നപ്പോൾ ഉണ്ടല്ലോ, വ്യൂ പോയിൻ്റ് പോലെ തന്നെ. നമ്മൾ നെല്ലിയാമ്പതിയിൽ വന്നപ്പോൾ വിവിധ തരം വെതറാണ് നമ്മൾ കാണുന്നതുണ്ടല്ലോ. രാവിലെ ഒരുവിധം തണുപ്പായിരുന്നു, കുറച്ച് മിസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നല്ല വെയിലായി, പെട്ടെന്ന് വീണ്ടും മഴ തുടങ്ങി. അപ്പോൾ ഇത് കാരണം നമുക്ക് റെക്കോർഡിംഗ് നിർത്തി വയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടൊരു കുട സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ഈ കാണുന്നതെല്ലാം വിവിധ തരം മുളം കാടുകളാണ്. മുളം കാടുകൾ, ഇപ്പോൾ ഇല്ലിമുളം കാടുകൾ എന്നാണല്ലോ. ഇല്ലിമുളം കാടുകൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു പാട്ടാണ് ഓർമ്മ വരുന്നത്. ഇതിനകത്തോട്ട് പോകുമ്പോൾ ഉണ്ടല്ലോ, ഇതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പാട്ട് പാടേണ്ടി വരും, ഇല്ലേ? പഴയ ഒരു നാടകഗാനമുണ്ട്. ഇല്ലിമുളം കാടുകളിൽ അല്ലലലം പാടി വരും തെന്നലേ തെന്നലേ, അല്ലിമലർക്കാവുകളിൽ അല്ലികളിൽ ഊയലാടും തെന്നലേ തെന്നലേ. മനോഹരമായ ഒരു മുളംകാടിനകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഇല്ലിമുളം കാടുകളും വേണമെങ്കിൽ നമുക്കൊരു തേർഡ് സിറ്റിംഗ് പോയിൻ്റായിട്ട് ഉപയോഗിക്കാം. ഇവിടെ എല്ലാം കസേരകളെല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഫാമിലിയായിട്ടും കുട്ടികളുമായിട്ട് വരുന്നവർക്കെല്ലാം ഇവിടെ നമുക്ക് ഇരുന്ന് കുറച്ച് സമയം ഈ ഇല്ലിമുളം കാടുകളുടെ ഒരു ഭംഗി ആസ്വദിക്കുക. ഇത് വിവിധ തരം മുളകളാണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കറുത്തതും മഞ്ഞയും വെള്ളയും മിക്സായിട്ടുള്ളതുമൊക്കെ വിവിധ തരം ഓരോ മുളയും നോക്കുമ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇരുന്ന് സമാധാനമായിട്ടിരുന്നിട്ട് വീട്ടിൽ പോകും. നമ്മൾ ഒരു ആമ്പൽക്കുളത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ, ശരിക്കും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കേരളത്തിൻ്റെ കൃഷി വകുപ്പിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഏരിയയാണിത്. ഇതിൽ അവർ ശരിക്കും മെയിൻറ്റെയിൻ ചെയ്തതുകൊണ്ടാണല്ലോ നമുക്ക് ഇത്രയും ഭംഗിയായിട്ട് ഈ വരുന്ന വഴികളെല്ലാം അത്രയും നന്നായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെയും എല്ലാം ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ആമ്പൽപ്പൂവിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ
ഇവിടെ വന്നിരുന്നിട്ട് ഇപ്പോൾ ശരിക്കും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നിരുന്നാൽ തന്നെയും അതിന് അപ്പുറവും ഇപ്പുറവും ഇരിക്കാൻ, മഴ കൊള്ളാതെ ഇരിക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഈ ആമ്പൽ പൂവിൻ്റെ യഥാർത്ഥത്തിലുള്ള റൈറ്റ് സീസൺ അല്ല ഇപ്പം. അങ്ങനെയാണെങ്കിൽ റൈറ്റ് സീസൺ കുറച്ചുകൂടെ സമ്മർ ആവുന്ന സമയത്താണ് ഇതിൻ്റെ ഫുൾ നിറഞ്ഞു നിൽക്കും ആമ്പൽ പൂക്കളുണ്ടല്ലോ. ഇവിടുത്തെ റിയൽ ഇവർ പറയുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി ആ സമയത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നത്. പക്ഷേ വരുന്നവരെല്ലാം വളരെ സന്തുഷ്ടരായിട്ടാണ് പോകുന്നത്. ഇതിപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു തണുത്ത സ്ഥലത്ത് പോകണം, ചൂടുള്ള സമയത്ത് തണുത്ത സ്ഥലത്ത് പോകണമെങ്കിൽ നമ്മൾ ശരിക്കും നേരെ വിടുന്ന ഊട്ടിയിലാണ്. അതേ അനുഭവം തന്നെ ഇവിടെ വന്നാൽ നമുക്കും കിട്ടും. ഇത് കുറച്ചുകൂടെ നമുക്കൊന്ന് കമേഴ്ഷ്യലൈസ് ചെയ്യേണ്ട കാര്യമുണ്ട്, ആൾക്കാരെ അറിയിക്കേണ്ട കാര്യമുണ്ട്. കേരളത്തിലുള്ളവർക്ക് തന്നെ പല പല ഡെസ്റ്റിനേഷനുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് വിവിധ തരം നേച്ചറിനോട് ചേർന്നുള്ള, അതായത് പ്രകൃതി തന്നിരിക്കുന്ന തണുപ്പും ചൂടും എല്ലാം അനുഭവിക്കാനുള്ള എല്ലാം ഒരുക്കിയിട്ടുള്ള ഒരു നാടാണ് കേരളം എന്നുകൂടി ഒരിക്കൽ കൂടെ എംഫസൈസ് ചെയ്ത് പറയേണ്ടിയിരിക്കുന്നു. നമുക്ക് പച്ചമുളക് എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. മുളകെന്ന് പറയാം. മുളകാണ് ഈ നിൽക്കുന്നത്. ഇത് വയലറ്റ് കളറാണ് ഇതിൻ്റെ ഈ മുളകുകളെല്ലാം. മുളക് പിടിച്ച് നിൽക്കുകയാണ്, ഇതിലെല്ലാം മുളക് പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇവിടെ ഡെമോ ആണെങ്കിൽ തന്നെയും വേറൊരു ഏരിയയിൽ ഇവർ മൊത്തം ഇത് കൃഷി ചെയ്യുന്ന സ്ഥലം വേറെയുണ്ട്. ഇത് നമ്മളെ കാണിക്കാൻ വേണ്ടിയുള്ള, ഇവിടെ വരുന്നവർക്ക് കാണാൻ വേണ്ടി ഓരോന്നോരോന്നിരുന്ന് വെച്ചിരിക്കുന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇത് കൃഷി ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഔട്ട്ലെറ്റിലൂടെ ഇവർ കൊടുക്കുന്നുമുണ്ട്. ഇതിപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പിടിക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട്സ് പിടിച്ച് നിൽക്കുന്നത് കാണാം നമുക്ക്. അതിൻ്റെ പൂവാണത്. ഇങ്ങനെയാണ് ഫ്രൂട്ട് പിടിച്ചിരിക്കുന്നത്. ഇതിനും ഒരു പ്രത്യേക ഏരിയ ഉണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട്സ് മൊത്തം വളർത്തുന്ന. അവിടെ നിന്ന് അവർ കൊണ്ടുവന്നിട്ട് ഔട്ട്ലെറ്റിലൂടെ വിൽക്കും. പെട്ടെന്ന് ഈ കോടമഞ്ഞ് വരുന്നു. ഇവിടെ ഇപ്പോൾ രാവിലെ എണീച്ചപ്പോൾ ഇത് 4-5 വെതറായി. മഴയും ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ലൈറ്റ് പോയി. ഒരു സമയത്ത് നല്ല ചൂടായിരുന്നു, ഒരു 10-15 മിനിറ്റ്. ഏതായാലും നമുക്ക് ഉള്ള സമയം കൊണ്ട് ഇതൊന്ന് കവർ ചെയ്തിട്ട് പോകാം. ഇതെല്ലാം ഓരോ സൈസ് പച്ചക്കറികളാണ് ഇവിടെ നട്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റ് തോന്നും പച്ചക്കറികളോട് വളർത്താനും. കാരണം ഇതിൻ്റെ എല്ലാം വിത്തുകളും ഇതിൻ്റെ ചെടികളും എല്ലാം ഇവിടെ കിട്ടും. നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് നമുക്കൊരു ഏരിയ ഇതുപോലെ ഉണ്ടായിക്കഴിഞ്ഞാൽ വീടിന് ആവശ്യമുള്ള നല്ല പച്ചക്കറികൾ നമുക്ക് കിട്ടും. ഈ പുറത്തുനിന്ന് വരുന്ന വിഷം ഉള്ള പച്ചക്കറികൾക്ക് പകരം. ഇത് പേരയ്ക്കയാണ്. പേരയ്ക്ക നമുക്ക് ഇതാണ് സൈസ്. ഇതിനകം നല്ല കളർഫുള്ളായിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിനകം ചെത്തിയാൽ നല്ല റെഡ് കളറായിരിക്കും. നല്ല പേരയ്ക്കയാണ്. ഇവിടുന്ന് പറിച്ച പേരയ്ക്ക ഒന്ന് കട്ട് ചെയ്ത് നോക്കി. കട്ട് ചെയ്തപ്പോൾ ഇതിനകം ഇങ്ങനെ ആയിരിക്കുന്നത്, ഒരു പിങ്ക് കളറാണ്. നല്ല റോസ് കളർ എന്ന് പറയാം വേണമെങ്കിൽ. നല്ല ടേസ്റ്റി ആയിരിക്കും, നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഇവിടെ എല്ലാം ഈ കാണുന്ന എല്ലാം പേരയ്ക്കയുടെ കൃഷിയാണ് നടക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ വന്നു കഴിഞ്ഞാൽ നടന്ന് പോയി കാണാൻ ധാരാളം സ്ഥലങ്ങളുണ്ട്. നിങ്ങൾ പുറകെ കാണുന്ന പോലെ ഇവിടെ മഴയും കാറ്റും കോടയും എല്ലാം ഇറങ്ങുന്നതുകൊണ്ട് നമുക്കൊരു പക്ഷേ ഇതിൻ്റെ ഫുൾ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഇവിടെ വരുമ്പോൾ ഏതായാലും ഈ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. പുറത്തുനിന്ന് ആ ബോർഡ് കാണുമ്പോൾ നമുക്ക് തോന്നത്തില്ല ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തുണ്ടെന്ന്. അതുകൊണ്ട് ഫാമിലി ആയിട്ട് വന്ന് ഇവിടെ നമുക്ക് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലം കൂടിയാണ്. മാത്രമല്ല നേച്ചറിൻ്റെ വ്യത്യാസം നമുക്ക് ശരിക്കും അനുഭവപ്പെടാൻ പറ്റും. നമ്മൾ പെട്ടെന്ന് ചൂടുന്ന് ഇങ്ങോട്ട് തണുപ്പിൽ വരുന്നു, ഇവിടെ കാറ്റും മഴയും കോടയും എല്ലാം കാണാൻ കഴിയുന്നു. കുട്ടികൾക്കും എല്ലാം സന്തോഷമാകും. നമ്മൾ ഇവിടെ സ്വീറ്റ് കോൺ, ചോളത്തിൻ്റെ കൃഷിക്കിടയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യമുണ്ട്. ഇതിപ്പോൾ ഇസ്രായേൽ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണല്ലോ ഇവിടുത്തെ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഷീറ്റൊക്കെ ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ചോളം കഴിഞ്ഞ് കഴിഞ്ഞാൽ
വേറെ എന്തെങ്കിലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. അങ്ങനെ 2-3 തവണ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെജിറ്റബിൾസ് നമുക്കിവിടെ കൃഷി ചെയ്ത് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ യഥാർത്ഥത്തിൽ ഇത് നിൽക്കുന്നത് ഓറഞ്ച് ട്രീകളുടെ ഇടയിലാണ്. അപ്പോൾ അതിനിടയിൽ തന്നെ വേറെ എന്തൊക്കെയോ ഒരു കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മിനിമം സ്ഥലത്ത് നമുക്ക് എത്രത്തോളം മാക്സിമം ഔട്ട്പുട്ട് കിട്ടാം എന്നുള്ള ഒരു ടെക്നോളജിയാണ് ഇത്. യഥാർത്ഥത്തിൽ ഇത് ചെറിയ ഗാർഡനുള്ള ആൾക്കാർക്ക് വരെ ഈ 12 മാസവും എന്തെങ്കിലും കൃഷികൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് വീട്ടിൽ കൃഷി ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊന്നും വേറെ ഒന്നും അടിച്ചതൊന്നും അല്ലല്ലോ. അപ്പോൾ ഇത് നമുക്ക് യഥാർത്ഥത്തിൽ കഴിക്കാവുന്നതാണ്. ഇത് നല്ല സ്വീറ്റായിട്ടുള്ള കോണാണ്. ഇതിൽ ഒന്നിൽ തന്നെ ധാരാളം പിടിച്ച് നിൽക്കുന്ന കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് ഇവിടെ ഡയറക്റ്റായിട്ട് സെയിൽസും ഉള്ളത് കൊണ്ട്, പക്ഷേ ഇവിടെ വന്ന് ആര് വാങ്ങും എന്നുള്ളതാണല്ലേ ഇത്രയും മലയൊക്കെ കയറി വന്നിട്ട്. ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കെടുത്ത് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. നല്ല മധുരമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളെ എല്ലാ മലയാളികളെയും ഇവിടെ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാണണമെന്നാണ് എനിക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത്. ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം ഗവൺമെൻറ്റിൻ്റെതാണ്, കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ളതാണ്. എത്രയോ ഏക്കർ, വേണമെങ്കിൽ ഏക്കർ എന്നല്ല മൈലെന്ന് വേണമെങ്കിൽ പറയാൻ തോന്നുന്നു, അങ്ങനെ കിടക്കുകയാണ്. ഇവിടെ വന്നാൽ നമുക്ക് പച്ചക്കറികൾ വീട്ടിലെങ്ങനെ സുഗമമായിട്ട് കൃഷി ചെയ്ത് നമുക്ക് കഴിക്കാം എന്നുള്ള ഒരു ഐഡിയ കിട്ടുകയും ചെയ്യും. അതുപോലുള്ള ഫ്രഷായിട്ടുള്ള സാധനങ്ങൾ കഴിക്കുകയും ചെയ്യാം. ഇതിപ്പോൾ നെല്ലിയാമ്പതിയിൽ ജൂലൈ മാസം ഉച്ചയ്ക്ക് 12:30 മണിയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് വെതർ നമുക്ക് അനുഭവിക്കണമെങ്കിലും നെല്ലിയാമ്പതിയിൽ വരാം. ഒറ്റ ദിവസം തന്നെ നമുക്ക് എല്ലാം കാണാൻ പറ്റും. മഴ കാണാം, വെയിൽ കാണാം, നമുക്ക് കോടമഞ്ഞ് കാണാം. ഇത് ഓറഞ്ച് പിടിച്ച് കിടക്കുന്ന കാണാമല്ലോ. നമുക്ക് പച്ചയായതുകൊണ്ട് ഇത് പിടിച്ച് വരുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഹാർവെസ്റ്റിംഗ് ടൈം ആയിട്ടില്ല. ഇത് മൊത്തം നിറഞ്ഞു കിടക്കുകയാണ്. ഇത് ഓറഞ്ചുകളാണ്, മൊത്തം ഓറഞ്ച് ഫാമാണ് ഈ ഏരിയ മൊത്തം. അപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ളതാണ്. 100% സിൻസിയാരിറ്റിയോടുകൂടി ഇവരിവിടെ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് തന്നെ പറയാം. കഴിയുന്ന സ്ഥലങ്ങളിലെല്ലാം അവർ ആൾക്കാർക്ക് വന്നിരിക്കാനും എൻജോയ് ചെയ്യാനുള്ള സ്ഥലങ്ങളെല്ലാം നല്ല ക്ലീനായിട്ട് അവരെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ ക്ലീനായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഫ്രഷായിട്ട് എടുത്ത് കഴിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെയാണ് നടക്കുന്നത്? എല്ലാ തരം ഫ്രൂട്ടും ഇവിടെ കിട്ടുന്നതാണ്. ഇത് വേറെ തരം ഫ്ലവറാണ്. ബൊഗെയിൻവില്ലയുടെ ഇനത്തിൽ പെടുന്നതാണ്. പക്ഷേ നമുക്കിത് പൊട്ടിച്ചു കഴിഞ്ഞാലേ നമ്മൾ ഈ പൂവൊന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മളെ ഒരു ചൈനീസ് തൊപ്പി പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്. ഇത് ഇവിടെ ഈ ഏരിയ മൊത്തം ഇവർ നട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ വിവിധ തരം കളറുണ്ട്, പല കളറുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ യെല്ലോ ഒക്കെ കാണാൻ പറ്റും. ഈ മരത്തിൻ്റെ പേരാണ് സർവ്വസുഗന്ധി. ഈ ഇല കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ ഉണക്കി, ഇത് ഉണങ്ങിയതാണ് നമ്മൾ ഈ ബിരിയാണിയിലൊക്കെ ഇടുന്നത്, സർവ്വസുഗന്ധി എന്ന് പറയുന്നത്. ഇതിങ്ങനെ പൊട്ടിച്ചാൽ തന്നെ ഭയങ്കര മണമാണ്. ഈ ഇലയാണ് അവർ വിൽക്കുന്നത്, സർവ്വസുഗന്ധി. നമ്മളെല്ലാം കൃഷി ചെയ്യുന്നില്ലെങ്കിലും
പക്ഷേ നമ്മൾ ഇൻഡോറിൽ ശരിക്കും പ്ലാന്റുകൾ വയ്ക്കുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻഡോർ പ്ലാന്റുകൾ പല സൈസിലുള്ള നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതിൻ്റെ സെയിൽസും ഇവിടെ നടക്കുന്നുണ്ട്. ഇതിവിടെ ഒരു പ്രോപ്പർ ടെമ്പറേച്ചറിൽ വളർത്തിയിട്ട് പുറത്ത് കൊണ്ടുപോയി വിൽക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം നമ്മൾ കാണുന്നതാണല്ലോ, ഇൻഡോർ പ്ലാന്റുകളാണ്. ഇതെല്ലാം ഇവിടെ അവർ വളർത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നല്ല രസമായിരിക്കുന്നത്, കാരണം ഡിഫറെൻറ്റ് കളറുള്ളതൊക്കെയാണ്, ആക്ച്വൽ പ്ലാന്റ്സ് ആണ്. ഏതായാലും നമ്മൾ നെല്ലിയാമ്പതി വന്നപ്പോൾ ഈ ഫാമിൽ വന്നില്ലായിരുന്നെങ്കിൽ, ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം ഗവൺമെൻറ് തന്നെ നടത്തുന്നതാണ്, വന്നില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോയേനെ. ഏതായാലും ഇവിടെ വന്നത് ഞങ്ങൾക്ക് വളരെ മനസ്സിന് സംതൃപ്തിയായി. എല്ലാവരും ഇവിടെ വന്ന് ഒന്ന് വിസിറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇത് ഒരു വെറൈറ്റി ഫ്ലവറായിട്ടാണ് തോന്നിയത്. അതിപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവറിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡാൻസിങ് ഗേളായിട്ടാണ് കാണുന്നത് അല്ലേ, ഒരു മഞ്ഞ പാവാടയെ കൊടുത്ത് സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ വളരെ വെറൈറ്റി ആയിട്ട് തോന്നിയ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതൊരു യഥാർത്ഥത്തിലൊരു പ്ലാന്റാണ്. ഇത് കാണുന്ന എല്ലാം പ്ലാന്റാണ്, മണ്ണൊന്നും വേണ്ട. ഇവരിത് ഡെക്കറേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, ഇത് വളർന്ന് വരും. ഇവിടെ വന്നിട്ട് ഇവരിങ്ങനെ ഓരോ ലെറ്ററിലൊക്കെ വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണല്ലോ. ഇത് റിയൽ പ്ലാന്റാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്തിട്ട് അപ്പോൾ ഇതിലോട്ട് ഇങ്ങനെ ചുറ്റി വെച്ച് കഴിഞ്ഞിട്ട് സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ ഈ പ്ലാന്റ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും, മണ്ണൊന്നും വേണ്ട. ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിൽ വന്നപ്പോൾ നമ്മൾ ആദ്യം ഒരു ഏറുമാടം കണ്ടു, അതിൻ്റെ മുകളിൽ കയറി. അത് യഥാർത്ഥത്തിൽ കുട്ടികൾക്കുള്ളതാണ്, കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ളത്. കുറച്ച് മുതിർന്നവർക്കും പ്രായമായവർക്കും കയറാനുള്ള വേറൊരു ഏറുമാടത്തിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും കയറാൻ പറ്റും, നല്ല സേഫായിട്ട് റൗണ്ടായിട്ടാണ് ഇതിൻ്റെ സ്റ്റെപ്സൊക്കെ വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മളെല്ലാം കറങ്ങി അവസാനം വരുമ്പോഴാണ് ഈ രണ്ടാമത്തെ ഏർമാടം കാണുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പോയ സ്ഥലങ്ങളെല്ലാം ഒറ്റ വ്യൂവിൽ, ഒരു പെനോരമിക് വ്യൂവിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാനും കഴിയും. അത് തന്നെ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ഒരു റിലാക്സിങ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് കയറുന്നതിന് 25 രൂപയാണ് ഇതിനകത്ത് കയറുന്നതിന് ചാർജ് ചെയ്യുന്നത്. കുട്ടികൾക്ക് 10 രൂപയും. ഞാനിപ്പോൾ ഇത് മൊത്തം കറങ്ങി വന്നിട്ട് പറയുകയാണ്, ഇത് അതിനേക്കാൾ വർത്താണ്. ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ കാര്യത്തെക്കുറിച്ച് പഠിക്കുകയാണ്. നമ്മളങ്ങനെ കാർഷികമായിട്ടുള്ള കാര്യങ്ങളിൽ അത്ര ഇൻവോൾവ് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു തോന്നൽ വരെയാണ്, എന്തുകൊണ്ട് നമുക്ക് കുറച്ച് പച്ചമുളകെങ്കിലും വീട്ടിൽ വളർത്തി നമുക്കതിൻ്റെ ചെയ്തുകൂടാ എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ 1 തുടങ്ങി 2, 3 ഇങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ വന്നപ്പോൾ മനസ്സിലായ വേറൊരു കാര്യമുണ്ട്, ഒരു സ്ഥലം നമുക്ക് പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം. അതായത് ഈ 12 മാസവും കൃഷി ചെയ്യാൻ പറ്റുന്ന വിവിധ തരം പച്ചക്കറികളുണ്ട്. അത് നമുക്ക് മാറ്റി മാറ്റി ചെയ്തു കഴിഞ്ഞാൽ ഈ 12 മാസവും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നമ്മളുടെ ഭൂമിയെ ഉപയോഗപ്പെടുത്താനും കഴിയും. ഏതായാലും ഇവിടെ എല്ലാ മലയാളികളും ഒരിക്കലെങ്കിലും വന്ന് കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഇവിടെ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് കൂടിയാണ്.
മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ പിടിക്കുന്ന ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, നല്ല ഹൈ വാല്യൂ ഫ്രൂട്ട്സ് എല്ലാം ഒരു ഫ്രൂട്ട്സായിട്ട് തന്നെ അവിടെ സെല് ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള മറ്റ് ഫ്രൂട്ട്സുകളെല്ലാം അവരിങ്ങനെ സ്ക്വാഷായിട്ട് സൂക്ഷിക്കും. അപ്പോൾ കുറച്ച് ലോങ് ലൈഫ് കിട്ടുമല്ലോ ആൾക്കാർക്ക്. ഒരു റിയൽ പ്രോഡക്റ്റ് ഇവിടെ നിന്ന് വാങ്ങാനും കഴിയും. പിന്നെ ജാം ആയിട്ടും പിക്കിളായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്, വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇവിടെ നിന്ന് ഫ്രഷായിട്ട് വാങ്ങാനും കഴിയും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഏതായാലും ഇവിടെ വന്നത് ഞങ്ങൾക്ക് വളരെ മനസ്സിന് സംതൃപ്തിയായി. എല്ലാവരും ഇവിടെ വന്ന് ഒന്ന് വിസിറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഏതായാലും ഈ സ്ഥലത്തെ വിശേഷങ്ങൾ ഇന്നിവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത ഒരു എപ്പിസോഡിൽ കേരളത്തിൻ്റെ മറ്റൊരു ഭാഗത്തിൻ്റെ വിശേഷം കാണും വരെ നന്ദി, നമസ്കാരം.